നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. മലയാള മീഡിയയിൽ ഒരു ട്രോൾ വൈറലാണ്. ഇന്ത്യ വെനിസ്വേലയിൽ ചായക്കട വാങ്ങാൻ പോകുന്നു. കേൾക്കുമ്പോൾ തമാശയാണ്, പക്ഷേ സത്യം അറിയുമ്പോൾ മനസ്സിലാകും ഇത് ചായക്കടയുടെ കഥയല്ല. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗെയിമുകളിൽ ഒന്നാണ്. ആദ്യം വാർത്ത എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ONGC വിദേശ് വെനിസ്വേലയിലെ 2 എണ്ണപ്പാടങ്ങളിൽ കൂടുതൽ ഓഹരികൾ വാങ്ങാനുള്ള ചർച്ചയിലാണ്. എന്നാൽ ഇത് പൂർത്തിയായ ഇടപാടല്ല, പക്ഷേ ചർച്ചകളും അനുമതികളും ആവശ്യമായ ഘട്ടത്തിലാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇന്ത്യക്ക് സ്വന്തം എണ്ണയില്ലേ? ഉണ്ട്, പക്ഷേ അത് മതിയാകുന്നില്ല. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ വലിയൊരു പങ്കും വിദേശത്ത് നിന്നാണ് വരുന്നത്. അതിനർത്ഥം ഏതെങ്കിലും യുദ്ധം വന്നാലോ സമുദ്രമാർഗം അടഞ്ഞാലോ വില കുതിക്കും. പെട്രോൾ, ഡീസൽ, വിമാനയാത്ര എല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ പല ഭാഗങ്ങളിലും എണ്ണ സ്രോതസ്സുകൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്നാൽ, വെനിസ്വേല തന്നെ എന്തിന്? കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെളിയിച്ച എണ്ണശേഖരം വെനിസ്വേലയിലാണ്. സൗദി അറേബ്യയേക്കാൾ പോലും കൂടുതൽ. പക്ഷേ രാഷ്ട്രീയ പ്രതിസന്ധിയും സാമ്പത്തിക തകർച്ചയും അമേരിക്കൻ ഉപരോധങ്ങളും കാരണം വർഷങ്ങളോളം ആ എണ്ണ പൂർണ്ണമായി ഉപയോഗിക്കാൻ അവർക്കായില്ല. പക്ഷേ ഒരു കാര്യം പലർക്കും അറിയില്ല, ഇന്ത്യ ഇന്നല്ല വെനിസ്വേലയിലേക്ക് പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ONGC വിദേശ് അവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സാൻ ക്രിസ്റ്റോബാൾ, കരാബോബോ, അങ്ങനെ പല പദ്ധതികളിൽ ഇന്ത്യക്ക് പങ്കാളിത്തമുണ്ട്. പ്രശ്നം എന്തായിരുന്നു? ഉപരോധങ്ങൾ, പണം കിട്ടാതിരിക്കുക, ഉൽപ്പാദനം കുറയുക. ഇതെല്ലാം കാരണം ഇന്ത്യക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും നിക്ഷേപം എന്തിന്? അവിടെയാണ് തന്ത്രം. ഒരു കർഷകൻ നല്ല ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നത് പോലെ ഒരു വലിയ കമ്പനി ഭാവിയെ കണ്ട് നിക്ഷേപം നടത്തും. ഇന്ന് ഒരുപക്ഷേ പ്രശ്നമുള്ള സ്ഥലമായിരിക്കാം, പക്ഷേ നാളെ അത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്താകാം. അമേരിക്കയുടെ ചില നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി തുടങ്ങിയതോടെ വെനിസ്വേലയിലൂടെ എണ്ണ മേഖലകളിൽ വീണ്ടും വിദേശ നിക്ഷേപങ്ങൾക്ക് അവസരം വർദ്ധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യ വെനിസ്വേല ഊർജ്ജ സഹകരണവും ശക്തമാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. എന്നിരുന്നാലും ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട അനുമതികൾ ഇപ്പോഴും നിർണായകമാണ്. ഇന്ത്യക്ക് ഇതിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ദീർഘകാല ഊർജ്ജ സുരക്ഷ, കൂടുതൽ വൈവിധ്യമാർന്ന എണ്ണ സ്രോതസ്സുകൾ, ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നും ഭാഗിക സംരക്ഷണം. പക്ഷേ അത് ഉറപ്പായ ലാഭമാണെന്ന് പറയാനാവില്ല. രാഷ്ട്രീയ സാഹചര്യം, ഉപരോധങ്ങൾ, ഉൽപ്പാദന ചെലവ് എന്നിവയെല്ലാം തന്നെ നിർണായകമാണ്. അപ്പോൾ ചായക്കട വാങ്ങുന്നു എന്ന മീഡിയയുടെ വിമർശനം ശരിയാണോ? ഒരു രീതിയിൽ അത് തമാശയാണ്, പക്ഷേ സമ്പദ് വ്യവസ്ഥയും ജിയോപൊളിറ്റിക്സിൻ്റെയും ഊർജ്ജ സുരക്ഷയും മനസ്സിലാക്കിയാൽ ഇതൊരു സാധാരണ വാങ്ങലല്ല. ഇത് ഭാവിയിലെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കായുള്ള ഒരു ദീർഘകാല നീക്കമാകാം. വിജയം ഉറപ്പല്ല, പക്ഷേ സാധ്യതകൾ വലുതാണ്. ഒരു രാജ്യം ഇന്നത്തെ പ്രശ്നം മാത്രം നോക്കി തീരുമാനമെടുക്കില്ല. അടുത്ത 30, 40, 50 വർഷം നോക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് എണ്ണപ്പാടങ്ങൾ, തുറമുഖങ്ങൾ, ഖനികൾ ലോകമെമ്പാടും രാജ്യങ്ങൾ സ്വന്തമാക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഇന്ത്യയുടെ മാസ്റ്റർ സ്ട്രോക്കാണോ, അതോ അപകടകരമായ നിക്ഷേപമാകുമോ? കമൻറ്റിൽ പറയൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.